ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, റോഡ് പൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പഴയ സെക്കൻഡ് വണ്ടികൾ എടുക്കുമ്പോൾ ചേസ് നമ്പർ, എൻജിൻ നമ്പറൊക്കെ നോക്കുന്ന ചില ആൾക്കാർക്ക് അറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ ഇത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇടയ്ക്കൊരു 540 ജീപ്പ് എടുക്കാൻ പോയി. അപ്പോൾ എനിക്ക് ഈ ചേസ് നമ്പർ എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് മഹേന്ദ്രൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് വീഡിയോ നോക്കാനെ കൊണ്ട് നോക്കിയപ്പം കാറുകളുടെയൊക്കെ 3-4 കണ്ടു, പക്ഷേ ജീപ്പിൻ്റെ അങ്ങനെയുള്ള വണ്ടികളുടെ ഒന്നും കണ്ടിട്ടില്ല. അതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം. അപ്പോൾ നമുക്കത് നോക്കാം. ഒരു എഞ്ചിൻ നമ്പർ വരുന്നത് ചിലതിൻ്റെ ഈ ഡൈനാമോയുടെ ഒരു പിടിപ്പിക്കുന്ന ഒരു സ്ഥാനത്ത് വരുന്നുണ്ട്. ഓരോ മോഡലിനും എഞ്ചിൻ നമ്പർ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്, ഓരോ സ്ഥലത്ത് തന്നെ ആയിരിക്കത്തില്ല. അതിൻ്റെ ഇതിൻ്റെ നടുക്കായിട്ട് ഉണ്ട്. മെയിനായിട്ട് നോക്കേണ്ട ചേസ് നമ്പറാണ്. ഈ പഴയ മോഡൽ വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചേസ് ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് ചേസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് മെയിനായിട്ട് നോക്കണം. ഈ ജീപ്പിൻ്റെ ഒക്കെ എന്ന് പറയുമ്പം ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ ടയറിൻ്റെ മേളിലായിട്ടാണ് വരുന്നത് ഈ ചേസിൽ. അപ്പോൾ ഇത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വെൽഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പഴയ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ നോക്കേണ്ടതാണ്. ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ പഴയ മോഡൽ ജീപ്പുകൾ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേസ് നമ്പർ എഞ്ചിൻ നമ്പറൊക്കെ ചില ആൾക്കാർക്ക് നോക്കാൻ അറിയത്തില്ലായിരിക്കും. ആ ഒരു എനിക്ക് പറ്റിയ അനുഭവം, ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി എടുക്കാൻ പോയത് ഉണക്ക് നോക്കി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഇങ്ങനെ നോക്കാതെ എടുത്ത ആൾക്കാർക്ക് പലവട്ടം ഈ റീ രജിസ്ട്രേഷൻ എന്താ വെച്ചാൽ റീടെസ്റ്റ് നടത്തുമ്പം ഇങ്ങനെ ഈ ചേസ് നമ്പറൊക്കെ അവർ ഈ വെഹിക്കിള് മറ്റേതൊക്കെ പുതിയ വണ്ടിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഓടിച്ച് നോക്കത്തേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്കയായിട്ട് നോക്കി ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും കറക്റ്റാണോ നോക്കിയിട്ട് മാത്രമേ റീ രജിസ്ട്രേഷൻ ചെയ്യത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ വെറുതെ പോയി ഒരു കുറച്ച് പൈസയ്ക്ക് ചെറിയൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് മെയിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.